സാർ നമസ്കാരം. നമസ്കാരം. ഇന്ന് കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. CMRL എന്ന കമ്പനിയിൽ നിന്നും വീണ വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകൾ തൻ്റെ എക്സാലോജിക് എന്ന കടലാസ് കമ്പനിയിലേക്ക് അച്ഛൻ മുഖ്യമന്ത്രിയായതിൻ്റെ പേരിൽ പല കമ്പനികളിൽ നിന്നും മാസപ്പടിയായി കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. യാതൊരു തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ നൽകാതെയാണ് ഏതാണ്ട് 11ഓളം കമ്പനികളിൽ നിന്ന് വീണ വിജയൻ കോടിക്കണക്കിന് രൂപ തൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും അതുപോലെ തന്നെ എക്സാലോജിക് എന്ന ഇല്ലാത്ത ഒരു കടലാസ് കമ്പനിയുടെ അക്കൗണ്ടിലേക്കും വാങ്ങിയത് എന്നുള്ളതാണ് CMRL പുറത്തുവിട്ട ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് റിപ്പോർട്ടിൽ കണ്ടത്. അവർ ആ പണത്തിന് GST അടിച്ച് തടി തപ്പുകയായിരുന്നു. പിന്നീട് വീണയും ഈ പണത്തിന് GST അടച്ചു എന്നാണ് പറയുന്നത്. ഇത് നിയമസഭയ്ക്ക് പുറത്തും വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയതാണ്. അന്ന് ഈ കേസിൽ വളരെ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്ത് ഇങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് വരുത്തി തീർക്കാനാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും CPM കൊണ്ടുപിടിച്ച് ശ്രമിച്ചത്. എന്നാൽ അതിനോടൊപ്പം തന്നെ ED അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ആ കേസിൽ, മാസപ്പടി കേസിൽ നടക്കുന്നു. തത്തുല്യമായി കോടികളുടെ കള്ളപ്പണ ഇടപാട് നടന്നിരിക്കുന്നതിനാൽ ഈ പണമിടപാട് രാജ്യദ്രോഹപരമായ കുറ്റങ്ങളിലേക്ക് വഴിതെളിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ഉണ്ടാകുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED കൂടി ഈ അന്വേഷണത്തിലേക്ക് വരുന്നു. ED വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ CMRLും വീണ വിജയനും ബഹുവിധ ഹൈക്കോടതികളിൽ, അതായത് ഇന്ത്യയുടെ ഹൈക്കോടതികളിൽ, കർണാടക ഹൈക്കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും ഹർജി നൽകുന്നു. എന്നാൽ കേരള ഹൈക്കോടതി ED അന്വേഷണം തടഞ്ഞുകൊണ്ടുള്ള CMRLന്റെ ഹർജി തള്ളിയതിന്റെ പിറ്റേ ദിവസം വെളുപ്പിന് പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവിനെ വിളിച്ച് ഉണർത്തിയത് CRP പോലീസുകാരും അതുപോലെ തന്നെ തോക്കേന്തിയ ഒരു വലിയ കേന്ദ്ര സൈന്യവും തന്നെയായിരുന്നു. ED ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തുകയായിരുന്നു. എന്നാൽ ഇത് കേവലം രാഷ്ട്രീയ പ്രേരിതമായി നടത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ താറടിച്ച് കാണിക്കുവാൻ വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മകളെ കരുവാക്കി നടത്തുന്ന അന്വേഷണമാണ് എന്നുള്ള ഒരു നറേഷൻ സൃഷ്ടിക്കുവാനാണ് CPM എപ്പോഴും ശ്രമിച്ചിരുന്നത്. സാർ, എൻ്റെ ഒരു സംശയം എന്താണെന്ന് കരുതിയാൽ, മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എവിടെയെങ്കിലും ഒന്ന് സംസാരിച്ചാൽ, അതായത് പൊതുവേദിയിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗ പീഠത്തിലുള്ള മൈക്ക് ഹൗളി ചെയ്താൽ പോലും ആ മൈക്ക് സെറ്റുകാരനെയും മൈക്കും വരെ കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോകുന്ന ഒരു പ്രവണതയാണ് അന്ന് കാണിച്ചിരുന്നത്. അതായത് പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഹിതകരമല്ലാത്ത രീതിയിൽ എവിടെ നിന്ന് എന്ത് പ്രവൃത്തി ഉണ്ടായാലും തീർച്ചയായും അദ്ദേഹം അതിനൊക്കെ കൃത്യമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ CPMന്റെ സൈബർ സെല്ലുകൾ അടക്കം പറയുന്നു പിണറായി വിജയൻ എന്ന നേതാവിനെ കോർണർ ചെയ്ത് ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി, ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് ED റെയ്ഡ് നടത്തിയത് എന്ന് സംസ്ഥാന സെക്രട്ടറി, CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ദേശീയ ജനറൽ സെക്രട്ടറിയും എല്ലാം തെരുവിൽ സമരം നടത്തുന്നു, അറസ്റ്റിലാവുന്നു, CPMന്റെ ഗുണ്ടകളെ ഇറക്കി ED സംഘത്തെ ആക്രമിക്കുന്നു, കാര്യങ്ങളെല്ലാം നടക്കുന്നു. അങ്ങനെയെങ്കിൽ സാറ്, എൻ്റെ ഒരു ലളിതമായ ചോദ്യം, ഈ വീണ വിജയൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ CMRLുമായി പറഞ്ഞു കേൾക്കുന്ന തരത്തിൽ യാതൊരു തരത്തിലുള്ള കോഴ ഇടപാടുകളും ഇല്ല, ഇത് രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്നൊരു അന്വേഷണ ആഭാസം മാത്രമാണ് എന്നുണ്ടെങ്കിൽ നിയമപരമായി അവർക്ക് എന്തുകൊണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കോടതിയിൽ ഇതിനെതിരെ കേസ് കൊടുക്കാൻ സാധിക്കുന്നില്ല? അതായത് കേസ് കൊടുക്കാൻ കഴിയാത്തത് കൃത്യമായി നിയമപ്രകാരമുള്ള രേഖ പുറത്തു വന്നു എന്നതുകൊണ്ട് തന്നെയാണ്. ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിയിൽ കൃത്യമായി പറയുന്നൊരു കാര്യം, 1.73 കോടി രൂപ യാതൊരു സർവീസും നടത്താതെ മുഖ്യമന്ത്രിയുടെ സ്വാധീനത്തിൽ മകളുടെ കമ്പനിയിലേക്ക് വന്നു എന്നുള്ളതാണ്. അതിനുശേഷം ലേറ്റസ്റ്റായ റിപ്പോർട്ട്, SFIO റിപ്പോർട്ട് പ്രകാരം ഓരോ മാസവും 5 ലക്ഷം രൂപ വീതം വീണ വിജയൻ്റെ നേരിട്ടുള്ള അക്കൗണ്ടിലേക്ക് വന്നു എന്നുള്ളതാണ്. 3 ലക്ഷം രൂപ എക്സാലോജിക് സൊല്യൂഷൻ്റെ അക്കൗണ്ടിലേക്കും വന്നു എന്നുള്ളതാണ്. അതായത് 2,78,000 രൂപ, 78 ലക്ഷം രൂപ, 2,78,00,000 രൂപ വീണ വിജയന് റിക്കാർഡിക്കലി വന്നു എന്നാണ്. ഇത് റിക്കാർഡിക്കലിയാണ്, അതായത് അക്കൗണ്ട് വഴി വന്നതാണ്. എന്തിന്? യാതൊരു സർവീസും ചെയ്തിട്ടില്ല എന്ന് വീണ വിജയൻ തന്നെ മൊഴി കൊടുത്തിരിക്കുകയാണ്. തനിക്ക് യാതൊരു ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്? അച്ഛന് അഴിമതിയായി കിട്ടേണ്ട പണം അവർക്ക്
അക്കൗണ്ട് വഴി തന്നെ ശരി കിട്ടാൻ വേണ്ടി ഒരു ഷെൽ കമ്പനി രൂപീകരിച്ച് അതിലേക്ക് ഫണ്ട് വാങ്ങി. ഇതേപോലെ 11 കമ്പനികളിൽ നിന്ന് പിണറായി വിജയൻ്റെ സ്വാധീനപ്രകാരം പല അഴിമതികളിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി അത് അക്കൗണ്ട് വഴി മകളുടെ അക്കൗണ്ടിലേക്ക് വന്നു. മകൾക്കല്ലാതെ എന്ത് യോഗ്യതയുള്ളത്? അവരുടെ വേറെ എന്തെങ്കിലും ബിസിനസ് ബന്ധമുണ്ടോ? സർവീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം ഇത് അഴിമതിയായിട്ടുള്ള പണം തന്നെയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തൻ്റെ അധികാര പരിധി ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്ത് ഭീഷണിപ്പെടുത്തി CMRL കമ്പനിയിൽ നിന്നും തട്ടിയെടുത്ത പണം തന്നെയാണ് അഴിമതി. അതിന് പ്രത്യുപകാരം എന്താണ്? കരിമണൽ ആവശ്യത്തിന് വാരാനുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തു. CMRLനെ സംബന്ധിച്ചിടത്തോളം അവരെ സ്ഥാപനം നടക്കണമെങ്കിൽ ഇൽമിനേറ്റ് എന്ന് പറയുന്ന അവരെ അസംസ്കൃത വസ്തു ഉണ്ടായേ പറ്റൂ. അത് കരിമണയിൽ നിന്ന് കിട്ടുന്നതാണ്. ആ കരിമണയിൽ കിട്ടുന്ന ഈ അസംസ്കൃത ഇത് കിട്ടാൻ വേണ്ടി അവർക്ക് ആവശ്യമുള്ള കമ്പനിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പിണറായി വിജയൻ ഇത് നേരിട്ട് മകളുടെ അക്കൗണ്ടിലേക്കും ബാക്കി ക്യാഷായിട്ട് PV എന്ന് പറയുന്ന പിണറായി വിജയൻ വാങ്ങിയിട്ടുള്ളത് നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമുള്ള പണമാണ്. സർ, PV എന്ന ആ ഒരു ചുരുക്കപ്പേരിലും കൊടുത്തിട്ടുണ്ട്. കൂടാതെ പിണറായി വിജയൻ എന്ന് നീട്ടി വലിച്ചെഴുതിയ പേരിലും കൊടുത്തിട്ടുണ്ട്. രണ്ടിലും വരുന്നുണ്ട്. അതെ, കർത്താരുടെ ഡയറിയിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ആളുകളുടെ പേരുകൾ ഉണ്ട്. അതിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. പക്ഷേ അവരെല്ലാവരും സമ്മതിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആയി ബന്ധപ്പെട്ട് പാർട്ടി ഫണ്ടിലേക്കൊക്കെ പണം വന്നിട്ടുണ്ട്. പല നേതാക്കന്മാരുടെ പേരിലും അത് വാങ്ങിയിട്ടുണ്ട്. അത് പാർട്ടിക്ക് സ്വരുക്കൂട്ടിയിട്ടുണ്ടെന്ന് അവരെല്ലാവരും സമ്മതിക്കുമ്പോൾ ആ PV ഞാനല്ല എന്നാണ് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അപ്പോൾ അതിന് പ്രതിരോധം തീർത്തിരുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും വലിയ കോലാഹലങ്ങൾ നടക്കുമ്പോൾ EDയുടെ റെയ്ഡ് നടക്കുമ്പോഴെല്ലാം സാറ് നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു തരത്തിലും സേവനം ചെയ്തിട്ടില്ല വീണാ വിജയൻ എന്നുള്ളത് വീണാ വിജയൻ തന്നെ സമ്മതിച്ചു എന്നുള്ളത് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷന്റെ കുറ്റപത്രത്തിൽ അവർ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. CMRLലും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വീണാ വിജയന്റെ ഈ ഷെൽ കമ്പനി എക്സാലോജിക് എന്ന കമ്പനിയിൽ നിന്ന് യാതൊരു തരത്തിലുള്ള സേവനങ്ങളും CMRL കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു സേവനവും ചെയ്യാതെ കൊടുക്കുന്ന പണത്തിന് പറയുന്ന പേരാണ് അഴിമതി അല്ലെങ്കിൽ കൈക്കൂലി അല്ലെങ്കിൽ മാസപ്പടി എന്നുള്ളത്. ഇതാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. അതിനും അത്തരത്തിലുള്ളൊരു അന്വേഷണം നടക്കുമ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റിന്റെ വലിയ വലിയ നേതാക്കന്മാരും ചെറിയ നേതാക്കന്മാരും എല്ലാം പറയുന്നത് വീണാ വിജയനെതിരെ ഒരു ചെറിയ കേസ് പോലും ED രജിസ്റ്റർ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അകാരണമായി ഇവരെ രാഷ്ട്രീയ പ്രേരിതമായി പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഇവർക്ക് കേസ് കൊടുക്കാൻ സാധിക്കുന്നില്ല? അച്ഛൻ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഒരുപാട് രാഷ്ട്രീയ സ്വാധീനം വേണമെന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോൾ അത് വേണ്ട, ഒരു മുതിർന്ന പൗരൻ, ഒരു സ്വതന്ത്ര പൗരൻ എന്ന രീതിയിൽ വീണാ വിജയന് എല്ലാ അവകാശങ്ങളും ഉണ്ട്. അവർക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി, നിയമപരമായി നേരിടുന്നതിന് വേണ്ടി. എന്തുകൊണ്ടാണ് വീണാ വിജയൻ ഈ കാലം അത്രയും ഇത്തരത്തിലുള്ള അപമാനം സഹിച്ചുകൊണ്ട് CMRLന്റെ ഈ ഒരു പേരിൽ ED റെയ്ഡും സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും എല്ലാം നേരിടുന്നത് അപമാനം സഹിച്ചുകൊണ്ട് തന്നെയാണ്? എന്തുകൊണ്ടാണ് ഞാനിതിൽ ഭാഗപക്കല്ല, ഇത് പറയുന്നതെല്ലാം വെറുതെയാണ്, അതുകൊണ്ട് എനിക്ക് നിയമപരമായ പരിരക്ഷ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെറ്റീഷൻ കേരളത്തിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ കൊടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഏതെങ്കിലും ഒരു കോടതി കൊടുക്കാൻ പറ്റാത്തതിന് കാരണം ഇതാണ്. റിക്കാർഡിക്കലി പണം വാങ്ങിയിരിക്കുന്നു. അത് ഇനി അല്ലാന്ന് പറയാൻ പറ്റില്ല. ക്യാഷായിട്ട് പിണറായി വിജയൻ കൊടുത്ത പണം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അതിന് തെളിവ് അവർ ഹാജരാക്കണം, CMRL ഹാജരാക്കണം. ഇവിടെ അതല്ല. വീണാ വിജയൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിലേക്കും കൃത്യമായിട്ട് പണം വന്നതിന് റെക്കോർഡുണ്ട്. അത് അവർ യാതൊരു ബിസിനസ് ബന്ധം ആ സ്ഥാപനവുമായിട്ട് ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസൊന്നും നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്പോ ഒന്നും നിർമ്മിച്ചു കൊടുത്തിട്ടുമില്ല. അപ്പോൾ അഴിമതി പണമാണ് കിട്ടിയിരിക്കുന്നത്. അച്ഛന് കിട്ടേണ്ട പണം മകൾ മേടിച്ചു. അപ്പം മകളുടെ പേരിൽ ഒരു കമ്പനി ഇപ്പം എടുത്തിരിക്കുന്ന SFI അന്വേഷണം എന്ന് പറയുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കമ്പനി നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കമ്പനികൾക്കെതിരെയുള്ള കേസാണ്. സാർ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 1 കോടി രൂപയിലധികം അഴിമതി നടക്കുന്ന കേസുകൾ സീരിയസ് ഫ്രോഡായിട്ട് കണക്കാക്കിക്കൊണ്ട് അത്തരം കേസുകൾ കമ്പനി കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് SFIO എന്നുള്ളതാണ് മനസ്സിലായത്. ഇവിടെ നടന്നിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. അതുകൊണ്ട് അവർ കൃത്യമായി അന്വേഷിച്ച് ചെന്നൈയിലെ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലേക്ക് വീണാ വിജയനെ രഹസ്യമായി വിളിച്ചു വരുത്തി മൊഴിയെടുപ്പ് നടത്തി എന്നുള്ളതൊക്കെയാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞത്. നമ്മളും ആ വാർത്ത കൃത്യമായി അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അത് വീണ വിജയൻ നിഷേധിച്ചിട്ടുമില്ല. അവര് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് വീണ വിജയൻ യാതൊരു തരത്തിലുള്ള സേവനം നൽകാതെയാണ് പണം വാങ്ങിച്ചത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ കേരള പൊതുസമൂഹത്തിൽ ധരിപ്പിച്ചിരിക്കുന്നത് പോലെ എം.വി. ഗോവിന്ദൻ അന്ന് ED പ്രതിരോധിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രസംഗിച്ചത് ഇത് ഒരു ദേശീയ പ്രശ്നമാണ്, സാർവദേശീയ പ്രശ്നമാണ്, പിണറായി വിജയൻ എന്ന ദേശീയ നേതാവിന് വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന് വേണ്ടി ED രംഗത്തിറക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വിഡ്ഢിത്തങ്ങൾ നിറഞ്ഞ ഒരു പ്രസംഗം കൂടിയായിരിക്കും അന്ന് ഈ എം.വി. ഗോവിന്ദൻ നടത്തിയത്. എന്തുകൊണ്ട് ഇവരൊക്കെ ഇത് നിയമപരമായ രീതിയിൽ തെറ്റാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്തുകൊണ്ടാണ് നിയമപരിരക്ഷ തേടാത്തത് എന്നുള്ളത് പൊതുസമൂഹത്തിൻ്റെ ഒരു ചോദ്യം തന്നെയാണ്. ആ ചോദ്യമാണ് ഞാൻ സാറിനോട് ചോദിച്ചപ്പോൾ. അല്ല, കേസ് കൊടുത്താൽ കുടുങ്ങുന്നത് സ്വയം ഇവര് തന്നെ കുടുങ്ങും, അത് തെളിവായിട്ട് കോടതിയിലെത്തും, പിന്നെ ഊരാൻ തീരെ പറ്റില്ല. കാരണം എവിഡൻസ് അവിടെ കൊണ്ടുപോയി ഹാജരാക്കണമല്ലോ. അത് അടിക്കാൻ വടി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വടി കൊടുത്ത് അടി മേടിക്കുന്ന ഒരു പരിപാടിയാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അപ്പൊ എന്തായാലും ഇതില് വീണ വിജയനെ നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്താനുള്ള കാര്യങ്ങൾ നീങ്ങുന്നു. അതിനു മുമ്പായിട്ട് തിരുവനന്തപുരത്ത് അവരെ ആക്രമിച്ച CPM പ്രവർത്തകരുടെ പേര് മാത്രമല്ല CPM നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്യാനുള്ള പദ്ധതികളാണ് ED ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളതെന്നാണ് അവരുടെ പ്രവർത്തനം എന്ന് മനസ്സിലാക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ നോട്ടീസ് ഇവിടേക്കല്ല ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്താനാണ് സാധ്യത. ഡൽഹിയിലെ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിലെ വിളിച്ചു വരുത്തുകയും കേസ് അവിടെയും മാറ്റുകയും അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുകയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ തിഹാർ ജയിലിലേക്ക് അവർ പോകേണ്ടി വരും. ഈ വീണ സാർ ഒന്ന് ഇടപെട്ട് സംസാരിക്കുന്നതല്ല, എൻ്റെ ഒരു സംശയം ചോദിക്കുന്നതാണ്. അപ്പോൾ വീണ വിജയൻ്റെ കാര്യത്തിലും ഈ 9-ാം തീയതി വരെ CMRLന്റെ ഹർജിയിൽ തുടർ നടപടികൾ CMRLനെതിരെ പാടില്ല എന്ന് ED നടപടിയിൽ പാടില്ല എന്നൊരു ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്. അപ്പോൾ അതിനിടയിൽ പക്ഷേ വീണ വിജയനിലേക്ക് EDയുടെ അന്വേഷണം പാടില്ല എന്ന് അവരിട്ട് പറഞ്ഞിട്ടുമില്ല. അങ്ങനെയെങ്കിൽ ഈ 9-ാം തീയതിക്ക് ശേഷം ഹൈക്കോടതി വിധി അനുകൂലമാകണമെങ്കിൽ വീണ വിജയൻ്റെ കാര്യം പരിങ്ങലിൽ തന്നെ ആയിരിക്കില്ലേ? അല്ല, തീർച്ചയായും വീണ വിജയന്റെ സ്ഥിതി വളരെ അതീവ ഗുരുതരമായ സ്ഥിതിയിലാണ്. കാരണം ഏത് സമയത്തും ആണെങ്കിൽ ഈ എൻഫോഴ്സ്മെന്റിന് വന്ന് മിന്നൽ വേഗത്തിൽ അവരെ അറസ്റ്റ് ചെയ്ത് പൊക്കിക്കൊണ്ടുപോകാൻ, ഇവിടുന്ന് ഡൽഹിയിൽ കൊണ്ടുപോകാൻ അവർക്ക് കഴിയും. അതിൽ ഇവിടുത്തെ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി അത് ഡൽഹിയിലേക്ക് ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഇതാക്കി കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോകാൻ വേറെ പ്രശ്നമൊന്നുമില്ല. അവർക്ക് ജാമ്യം കിട്ടുക പ്രയാസമായിരിക്കും. സഹാറയുടെ സുബ്രതോ ബാനർജി ഇതേപോലെ കമ്പനി നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇത്തരം ഇടപാടുകൾ നടത്തിയതിൻ്റെ പേരിൽ അറസ്റ്റിലാവുകയും ജയിലിലാവുകയും പിന്നെ അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. സഹാറ ഫ്ലൈറ്റ് അടക്കമുണ്ടായിരുന്ന സ്ഥാപനമാണ്. ഇപ്പോൾ സഹാറ പൊട്ടി തകർന്ന് തരിപ്പണമായത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അതേപോലെയുള്ളൊരു സംഭവമാണ് ഈ അത് 10,000 കോടി രൂപയുടെ ആണെങ്കിൽ ഇവിടെ വീണ വിജയൻ്റെ അത്രത്തോളം ഒന്നും അക്കൗണ്ട് വഴി നടന്നിട്ടില്ല. പക്ഷേ പിണറായി വിജയൻ്റെ ഉണ്ട്. പിണറായി വിജയൻ ഏകദേശം 5,000 കോടി രൂപയുടെ സംഭവങ്ങൾ നടന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തീർച്ചയായും ഇപ്പോൾ ഈ അന്വേഷണം കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ PV ആരാണ്, പിണറായി വിജയൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ചെല്ലാം കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത അതിലുണ്ടല്ലോ. അല്ല, തീർച്ചയായിട്ടും. മാത്രമല്ല മറ്റൊരു ഹർജി കൂടി പോയിട്ടുണ്ട്. ഷോൺ ജോർജ് കൊടുത്ത ഹർജിയിൽ ഈ പണമെല്ലാം അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് എൻഫോഴ്സ്മെന്റ് പരാതി കൊടുത്തു. അതെ, അവിടെ ഈ പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണ് ഇത് ഈ പണം നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് കൂടി ഷോൺ ജോർജ് ഒരിക്കൽ വ്യക്തമാക്കിയിട്ടുണ്ടായി. അതെ, വിവേക് കിരൺ വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം അവിടുത്തെ ഡയറക്ടറാണ്. അവിടുത്തെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ 10,000 കോടി രൂപ ആ ബാങ്കിൽ നിക്ഷേപമുള്ളതുകൊണ്ടാണ് അവർ ഡയറക്ടറായി വെച്ചിരിക്കുന്നത്. ഒരു വിദേശത്ത് മലയാളിയായ പിണറായി വിജയന്റെ മകനെ പോലുള്ള ഒരാൾക്ക് എവിടുന്ന് വേറെ പണം, കള്ളപ്പണം ഉണ്ടാക്കി പിണറായി ഉണ്ടാക്കുന്ന കാര്യം അവൻ സൂക്ഷിക്കുന്നു. കൃത്യമായി ബിനാമി ഇടപാടുകൾ അക്കൗണ്ടുകളൊക്കെ വെച്ചിട്ട് സൂക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാ വിവരങ്ങളും ചിലപ്പോൾ വീണ വിജയൻ്റെ ഇതിൽ മൊബൈല് ഫോറൻസിക് ലാബിലേക്ക് കൊടുത്തതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതീവ ഗുരുതരമായ പണ ഇടപാടുകളുടെ വിദേശത്തുള്ള നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ പുറത്തു വരും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വീണ വിജയനുണ്ടാവും, പിണറായി വിജയനുണ്ടാവും, മകന് വിവേക് തൈക്കണ്ടി ഉണ്ടാവും, ഭാര്യയ്ക്കുണ്ടാകും എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അത് ചെറുതായിരിക്കില്ല. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എന്തായാലും ഇനി ആവശ്യമില്ല എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. കേരളത്തിൽ പിണറായി വിജയൻ ഇനിയിപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള സംഭവം നിലവിലില്ല.
കോൺഗ്രസ് 10 വർഷം ഭരിച്ച അവസാനം കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ അവസ്ഥയിൽ പിണറായി വിജയൻ്റെ നില ഭയങ്കര ഗുരുതരമായ അവസ്ഥയിലാണ്. കുടുംബസമേതം ജയിലിലേക്ക് പോകേണ്ടി വരും. മുമ്പ് PVC ജോർജ് പറഞ്ഞത് തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിലിൽ അവർക്കൊരു പ്രത്യേക ബ്ലോക്കിന് വേണ്ടി അപ്പാർട്ട്മെന്റ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെയല്ല, തിഹാർ ജയിലിലായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇവിടെ വെച്ചുണ്ടായ ആക്രമം അത് തിരിച്ചടിയായി മാറും പിണറായി വിജയന്. ഇവിടെ എൻഫോഴ്സ്മെൻറ്റ് അത്ര സുരക്ഷിതമല്ല എന്ന് കണ്ട് ഇവിടുന്ന് പിടിച്ചുകൊണ്ട് ഡൽഹിയിൽ അവർക്ക് കേസ് അവിടെ ഇതാക്കാൻ പറ്റും. കാരണം ഡൽഹിയാണ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഹെഡ്. അതുകൊണ്ട് അവിടെ നടന്നു കഴിഞ്ഞാൽ, അവിടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെല്ലാം ബാധകമാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും പിണറായി വിജയൻ വളരെ അപകടകരമായ സ്ഥിതിയിലേക്കാണ് പോണത്. അവസാനം ജീവിതം തിഹാർ ജയിലിലായിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.